സ്വാമിൻ, ഈ വിചിത്ര ബാലൻ ആരാണ്? ഇവന്റെ ഈ വൈചിത്ര്യം നിന്റെ ലീലയുടെ പരിണാമമാണ് ദേവി. എന്റെ ലീല? അതെങ്ങനെയാണ്? ദേവി എന്റെ കണ്ണുകൾ അടച്ചു. അവൻ അപ്പോൾ രൂപം കൊണ്ടു. അതിനാലാണ് അവൻ അന്ധനായി തീർന്നത്. അവന്റെ നിവാസം അസുരന്മാരുടെ കൂടെ ആയിരിക്കും. അതിനാലാണ് അവൻ അസുരരൂപം ലഭിച്ചിരിക്കുന്നത്. ഇനി ഇവനെ വളർത്തേണ്ട ചുമതല ദേവിയുടേതാണ്. ഞാനോ? അതെ, അവൻ അവന്റെ നിശ്ചിത സ്ഥാനത്ത് എത്തിച്ചേരുന്നതുവരെ അവനെ വളർത്തേണ്ടത് ദേവിയാണ്. പക്ഷേ ഇവന്റെ നിശ്ചിത സ്ഥാനം എവിടെയാണ്? അല്പസമയത്തിനു ശേഷം ദേവിക്കെല്ലാം മനസ്സിലായിക്കൊള്ളും. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഏത് ഭക്തനാണ് അങ്ങേ വിളിക്കുന്നത് സ്വാമി? അത് ഹിരണ്യാക്ഷനാണ്, ഈ ബാലന്റെ പിതാവ്. പിതാവോ? അതേ ദേവി, ഈ അന്ധകൻ അവന്റെ പുത്രനായി തീരും. यशोधना पुष्पलोचना हे जटिला करुणाकरा, हे यशोधना पुष्पलोचना हे जटिला करुणाकरा. നമിച്ചുകൊണ്ട് അങ്ങയെന്നും, നമിച്ചുകൊണ്ട് അങ്ങയെന്നും കേണു വിളിപ്പൂ എൻ ഹൃദയം. ഓം ഡമരുധാരിയേ നമഃ, ഓം ഡമരുധാരിയേ നമഃ, ഓം ഡമരുധാരിയേ നമഃ, ഓം ഡമരുധാരിയേ നമഃ. हिरण्यगर्भा भस्मप्रिय सर्वभूत महेश्वरा, पुत्रभाग्यं भिक्षनल्गु दासनेनिक्यूदनेश्वरा. എൻ ആത്മാവിൻ വാടിക്കയിൽ, എൻ ആത്മാവിൻ വാടിക്കയിൽ വിടർത്തു സുരഭിലെ കുസുമം. ഓം ഡമരുധാരിയേ നമഃ, ഓം ഡമരുധാരിയേ നമഃ, ഓം ഡമരുധാരിയേ നമഃ, ഓം ഡമരുധാരിയേ നമഃ. भूतनादा कालपक्ष निरहंकारा नमो नमः. हे कपाली हे महाभुज कालपक्ष नमो नमः. तेजोमया शब्द ब्रह्मा, तेजोमया
सर्वयोगी धुर्जटी हे हव्यवाह नमो नमः नीलग्रीवा सहस्रबाहो यज्ञश्रेष्ठा नमो नमः അവിടുന്നല്ലോ ഭൂമിയും ജലവും അവിടുന്നല്ലോ ഭൂമിയും ജലവും അമ്പരം അഗ്നിയും ചലിക്കും വായു ഓം ഡമരുധാരിയേ നമഃ ഓം ഡമരുധാരിയേ നമഃ ഓം ഡമരുധാരിയേ നമഃ ഓം ഡമരുധാരിയേ നമഃ ഹേ യശോധന പുഷ്പലോചന ഹേ ജടില കരുണാകര നമിച്ചുകൊണ്ട് അങ്ങയെന്നും നമിച്ചുകൊണ്ട് അങ്ങയെന്നും കേണു വിളിപ്പൂ എൻ ഹൃദയം ഓം ഡമരുധാരിയേ നമഃ ഓം ഡമരുധാരിയേ നമഃ ഓം ഡമരുധാരിയേ നമഃ ഓം ഡമരുധാരിയേ നമഃ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ എന്റെ ശിവാരാധനയിൽ വിഘ്നമുണ്ടാക്കുന്ന ദുഷ്ട ആരാണ് നീ? ആരാണ് നീ? ഹിരണ്യാക്ഷ, നിന്റെ തപസ് സഫലമായി. അന്ധകാസുരൻ നിന്റെ പുത്രനാണ്. എന്റെ പുത്രൻ? അന്ധകാസുരൻ എന്റെ പുത്രനോ? എന്റെ പുത്രൻ അന്ധനാണെന്നോ? ഈ അന്ധബാലന്റെ പിതാവായതുകൊണ്ട് എന്താണ് ഗുണം ശിവശങ്കര? ഞാൻ അങ്ങയുടെ പുത്രനെ ആവശ്യപ്പെട്ടു, അന്ധബാലനെ അല്ല. ഈ പുത്രൻ എങ്ങനെ എന്നെ സഹായിക്കും? ഞാൻ ഇവനെ സഹായിക്കേണ്ടി വരും. നമ്മുടെ സ്വേദത്തിൽ നിന്ന് ഉത്ഭവിച്ച നിന്റെ ഈ പുത്രൻ അത്ഭുത വ്യക്തിയാണ് ഹിരണ്യാക്ഷ. നീ സ്പർശിച്ചതോടെ ഈ ബാലകൻ പൂർണ്ണ യൗവനം നേടി. അവന്റെ സ്പർശമാത്രത്താൽ മറഞ്ഞുകിടക്കുന്ന നിന്റെ എല്ലാ ശക്തികളും പ്രകടമായി തീരും. എല്ലാ ശക്തികളുമോ ശിവശങ്കര? അതെ, 1000 അസുരന്മാരുടെ ശക്തി നിനക്ക് ലഭിക്കും ഹിരണ്യാക്ഷ. അന്ധകാസുരൻ നിന്റെ പരമ സൗഭാഗ്യശാലിയായ പുത്രനായി തീരും. പക്ഷേ ശിവശങ്കര, വിഷമിക്കേണ്ട ഹിരണ്യാക്ഷ. തപസ്സിന്റെ ബലം കൊണ്ട് കുറച്ചു സമയത്തിനു ശേഷം ഇവന് സ്വരൂപവും ദൃഷ്ടിയും കൂടി ലഭ്യമാകും. ഇവൻ സുന്ദരനും കാഴ്ചയുള്ളവനുമായി തീരും. ഹേ ദേവാധിദേവ ശങ്കര, അവിടുത്തെ കൃപയാൽ ഞാൻ ധന്യനായി. ഞാൻ സദാസമയവും അവിടുത്തെ നാമം സ്മരിച്ചുകൊണ്ടിരിക്കും. നീ മഹാപ്രതാപിയായ ദൈത്യൻ ഹിരണ്യാക്ഷന്റെ പുത്രനാണ് അന്ധകാസുര. നിന്റെ പിതാവിനെ സഹായിച്ച് സ്വന്തം വംശത്തിന്റെ മഹിമ നിലനിർത്തണം. നിനക്ക് മംഗളം ഭവിക്കും. പിതാവേ ഹിരണ്യാക്ഷ, അങ്ങ് എവിടെയാണ്? ഞാൻ അങ്ങേ എന്റെ ചുമലിലേറ്റി ഇഷ്ടമുള്ള സ്ഥലത്ത് എത്തിച്ചു തരാം. മകനെ, നിനക്ക് കാണാനാകില്ല, പിന്നെ എങ്ങനെ എന്നെ എത്തിക്കും? അങ്ങ് എന്റെ കണ്ണുകളായി തീരണം പിതാവേ. വന്നാലും എന്റെ ചുമലിലിരുന്നാലും
നാരായണ നാരായണ. ഹേ ത്രികാലദർശിൻ, അങ്ങ് ഹിരണ്യാക്ഷന് അന്ധനായ പുത്രനെ നൽകി. പക്ഷെ അവന് ഇത്രയധികം ബലവും നൽകി. ഈ ജഗത്തിൽ ആർക്കും തന്നെ അവനെ തോൽപ്പിക്കാനാകില്ല. അമ്മേ, അമ്മേ പ്രണാമം. ചിരഞ്ജീവി ഭവ. അമ്മേ, എന്റെ ശിവാരാധന സഫലമായി തീർന്നു. എന്റെ തപസ്സിന് വരദാനമായി എനിക്ക് അപാര ശക്തിമാനായ പുത്രനെ ലഭിച്ചു. അന്ധകാസുരൻ. മകനെ, പിതാമഹിയെ പ്രണമിച്ചാൽ